അപ്പൊ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ ഒരു ഇഫ്താർ മീറ്റ്, ഒരു ഔട്ട്ഡോർ ഇഫ്താർ മീറ്റ്. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഈ ബീച്ചിലും വാർപ്പിന്റെ മേലെ പാടത്ത് ഞാൻ എല്ലായിടത്തും ഇഫ്താർ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും കുറെ വിചാരിക്കണം ഇങ്ങനെ ഒരു ഇഫ്താർ വെക്കണം, അതിന്റെ ഒരു വൈബ് അറിയണമെന്നൊക്കെ. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ് ആണ്. കറക്റ്റ് വലിയ പ്ലാനിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു 4 ആൾക്കാരെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വിളിച്ചതാണ്. ഇന്നിപ്പോ ഉച്ചയ്ക്ക് കടന്നിറങ്ങുമ്പോഴാണ് ഇപ്പം വിളിച്ചത്, നമുക്ക് ഇങ്ങനെ പോവല്ലേന്ന്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പ്ലാൻ ആട്ടോ. അപ്പോൾ പൊന്നാനി എത്തിയിട്ടുണ്ട്, മണ്ണലാംകുന്ന് ബീച്ചിൽ വെക്കാനാണ് പ്ലാൻ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും പറയുമോ എന്നൊന്നും അറിയില്ല. കാരണം കുറെ ആൾക്കാർ ഇതേപോലെ ഈ ഇഫ്താർ വെച്ചിട്ട് വേസ്റ്റ് ഒക്കെ അവിടെ തന്നെ കൊണ്ടുപോയിട്ടിട്ട് സ്റ്റേഷന്റെ പെർമിഷൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. നാട്ടുകാരും കുറെ സീനാക്കണൊക്കെ ഉണ്ട്. അപ്പൊ പോയി വെക്കാണ്. അപ്പൊ വരുന്ന വലിയ ഫുഡ് കാര്യങ്ങൾ ഞങ്ങൾ നെസ്റ്റോ എടപ്പാട് നെസ്റ്റോ കയറിയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ചു, ഒക്കെ ബാക്കിലുണ്ട്. അപ്പോൾ അവിടെ ബീച്ചിലെത്തിരി കാണിച്ചു തരാം എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങള് കുറച്ച് വൈകിട്ടോ. ഒന്നാമത് ഞങ്ങള് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നെസ്റ്റോന്ന് മേടിച്ചു. ഇവിടെ വരുന്ന വഴിയില് ബിരിയാണിയോ അല്ലെങ്കിൽ മന്തി എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് മേടിച്ചാലോ എന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇവിടെ ഹൈവേക്കാണ് കയറിയപ്പോൾ സൈഡിലേക്ക് ഒന്നും കടകളൊന്നും കിട്ടണില്ല, വണ്ടിയിൽ എണ്ണയും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചെറിയൊരു രാത്രി നിങ്ങൾ റീൽസിലൊക്കെ ഉണ്ടാവും ഒരു മഞ്ഞ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യണത്. അപ്പൊ അതിന് പകരം ഞങ്ങള് റാന്തല് മറ്റേ മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കണ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 3 എണ്ണം. അപ്പൊ അതിന് മണ്ണെണ്ണ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ പെട്രോളും ഡീസലും പാടി മിക്സ് ചെയ്തിട്ട് കത്തിക്കാനെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പമ്പ് കുറെ തെരഞ്ഞു നടന്നിട്ട് അവസാനം ഒരു പമ്പ് കിട്ടി. ഇതിപ്പോ സമയം ഇപ്പോൾ 6:15, അതിന്റെ ആകെ 1/2 മണിക്കൂറുള്ള ബാങ്ക് കൊടുക്കാൻ. അതിന്റെ ഇടയിൽ ഇനിയിപ്പോ മന്തി നോക്കണം. പിന്നെ ഈ ഒരു മറ്റേ മണലിൽ വിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റിന്റെ അടിയിൽ ഒരു പേപ്പർ ഉണ്ടാവും, അതും കിട്ടിയിട്ടില്ല. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ലാഗ് ആയിക്കുന്നു. പെട്ടെന്ന് പോവാണ്. മിക്കവാറും ഇനി ഏശ ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ ഞങ്ങളെ നോമ്പ് വരാം. അവിടെ ഒരു ഹോട്ടൽ കാണിക്കുന്നു കേട്ടോ. ഇതിലുണ്ടാവോ? റോഡ് ഫുള്ള് സെറ്റപ്പ് ആക്കിക്കോ കേട്ടോ. എടാ ഹോട്ടൽ ഈ സൈഡ് ഹോട്ടലിൽ തന്നെ ഇരിക്കണത്. അവിടെ ഉണ്ടാവും കേട്ടോ അല്ലേ? ഇവിടെ എന്തൊക്കെയാണ് അൽഫാം എഴുതിക്കണം, അൽഫാം ബിരിയാണി മീൽസ് ജ്യൂസ്. ഒരു സൈഡ് ഒരു ഹോട്ടൽ ബോർഡ് കാണാൻ, അവിടെ ഉണ്ടോ നോക്കട്ടെ. എല്ലായിടത്തും പൊറോട്ടയും എണ്ണക്കടികളും മാത്രമേ ഉള്ളൂ, മന്തിയും ബിരിയാണി ഒന്നും കട്ടില്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ ഒന്നും ഇല്ലടാ, അതൊക്കെ പൊറോട്ട അടിക്കുന്ന ഹോട്ടലാണ്. അവിടെ നിങ്ങള് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. നമുക്ക് അതിനാ നോമ്പറക്കുന്ന ടൈമിൽ കിട്ടണടാ, എന്നാലും അതിന്റെ വൈബ് ഉണ്ടാവുക. പക്ഷെ സെറ്റ് ചെയ്തിട്ട് പോയാലും നടക്കാം. എന്തായാലും ഈ ഫുഡ് അവസാനം ഒരു ഹോട്ടല് കിട്ടി. ഇവിടെ മന്തി ഉണ്ടോ നമ്മൾ അറിയണ്ട. മന്തി വേണമെന്നില്ല, നമുക്ക് ബിരിയാണി ഇട്ടാലും മതി. നെയ്ച്ചോറുണ്ടാ? എന്നാ ശരി, അസ്സലാമലൈക്കും. എന്താ ഫുൾ സെറ്റ് ആയിട്ട് തന്നെ വിചാരിച്ചിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഇതിന് മുമ്പേ ഇതേപോലെ ഞങ്ങൾ ഔട്ട്ഡോറിൽ ഒരു പുഴ വക്കത്ത് വെക്കാൻ പ്ലാൻ ഉണ്ടായിട്ടോ. അപ്പൊ അന്ന് മഴ പെയ്തിട്ട് ആകെ തേഞ്ഞു. ഇപ്പൊ പ്രാവശ്യം ഷെജീർ കാരണം തേഞ്ഞു. ഫൈനലി ആ ഒരു മണ്ണലാംകുന്ന് ബീച്ചിക്ക് പോകേണ്ട റോഡ് ഞങ്ങൾ കയറിട്ടോ. ഓ ഇവിടെ ഖബർസ്ഥാൻ, സൂര്യനൊക്കെ ഇറങ്ങി ഫുൾ റെഡ് സ്കൈ ആയിരിക്കും. പക്ഷെ ഇപ്പോഴും മന്തിയും കിട്ടിയില്ല, നെയ്ച്ചോറും കിട്ടിയില്ല, ബിരിയാണിയും കിട്ടിയില്ല. ആകെ ഒരു പൊന്നാനി ബീച്ചിൽ പോയി പൊന്നാനിയല്ല മണ്ണലാംകുന്ന് ബീച്ച് ഫുഡ് കഴിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കർമ്മ റോഡ് പോയിട്ട് അവിടെ പിന്നെ കുറെ ഫുഡ് കഴിക്കണ ഹോട്ടലുണ്ട്. അപ്പൊ പിന്നെ അവിടെ വെച്ചിട്ട് കഴിക്കാം. ഞങ്ങൾ ശരിക്കും ഒക്കെ ഇവിടെ വെച്ചിട്ട് തീർക്കണം വിചാരിച്ചിരുന്നു, നടന്നില്ല. തിരുത്തെന്താണ് ഈ ചങ്ങ ഇങ്ങനെ വണ്ടി ഇട്ടിരിക്കുന്നു, ബാക്കി ചോർക്ക് പോകുന്നു വേണ്ടേ? കിട്ടൂല, അടിച്ചാ എന്തോ കാട്ടുന്നത്. ചെറിയ റോഡാണ്. എന്നോട് ആദ്യം പറഞ്ഞു ജി നോമ്പറക്കാൻ നേരത്തെ എന്റെ ഇത് പൊട്ടിക്കല്ലേ. ഓരോ സംഖ്യക്ക് ആൾക്കാരുണ്ട് കേട്ടോ. എവിടെ ഇട്ട് വണ്ടി എവിടെ ഇടുക? വേഗം എത്താൻ വേണ്ടിട്ടോ നേരത്തെ. എന്തിപ്പോ മാസ് കാണിക്കണം? ആ ട്രാവലറിന്റെ അവിടെ ഇട്ടാ മതി. ഫൈനലി അങ്ങനെ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
നല്ല ഒരു സംഖ്യ ആൾക്കാരുണ്ട് ഇവിടെ. ഒക്കെ ഇതേമാതിരി ഔട്ട്ഡോറിൽ ഇഫ്താർ വെക്കാൻ വേണ്ടിട്ടേ. ഷെജീറെ എന്റെ ഫോൺ എടുക്ക്. അവിടൊക്കെ ആൾക്കാർ ഇത് വെക്കാൻ വേണ്ടി നിൽക്കുക. ഒരു സംഖ്യക്ക് വണ്ടിയുണ്ട്. അവിടെ ഒരു കുടുംബം മൊത്തം വന്ന് കൊണ്ടോ. അതിനാണ് എന്താണ് എടാ എവിടുക്കാണ് സാധനം എടുക്കണ്ടേ? ഞങ്ങളെ സാധനങ്ങള് കാണിച്ചു തരാം. ഇല്ല ഇതോട്ടെ ഞങ്ങള് കൊടുന്നത്. ഇത് ഞങ്ങൾ നെസ്റ്റോന്ന് മേടിച്ചാണ്. ഇത് ഇങ്ങനെ ഒരു പാക്ക് ആയിട്ടുള്ളത്. എന്നാ നമുക്ക് മുറിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെള്ളം കുപ്പി മേടിച്ചു. ഇത് ഞങ്ങള് റാന്തല് കൊടുക്കുന്ന കത്തിക്കാൻ വേണ്ടി ഡീസലും പെട്രോളും മിക്സ് ചെയ്യാൻ വേണ്ടി മേടിച്ച. പിന്നെ മാറ്റ്. പിന്നെ ഇതൊന്ന് ഒരു തണ്ണിമത്തൻ. മുബാർക്ക് കുട്ടിക്ക് പിന്നെ വിളിക്കാ. അത് കവർ പൊട്ടരുത് കേട്ടോ. ആ കവറിൽ ഈ പച്ച കവറിൽ കൊള്ളണേലൊക്കെ മാക്സിമം കയറ്റി ഒക്കെ. പച്ചക്കവറിൽ മാക്സിമം അത്ര കൊള്ളുന്നു. ഇതെന്താണ് കോൺ ഐസ്ക്രീമോ? അതെന്താണ്? അതാ ഇല്ല റാന്തല് കർമ്മ സെറ്റ് ഉള്ളു. ലൈറ്റ് പോലും ഇവിടെ റാന്തല അവിടെ തെറ്റീന്. ഇത് പേപ്പർ ഗ്ലാസ് ഒക്കെയാണ്. അതെടുത്തോ. ഇതെന്താണ്? അല്ല പേപ്പർ ഗ്ലാസിന്റെ ആവശ്യമില്ലല്ലോ. സോറി അത് നമ്മള് മറ്റേ ഇതല്ലേ തണ്ണിമത്തം മറ്റം ഉണ്ടാവില്ലേ? അല്ല ഇത് ആവശ്യം അവിടെ തണ്ണിമത്തം എടുക്കാല്ലേ? ആർക്കും ടിഷ്യൂന്റെ പേപ്പർ അപ്പൊ കഴിഞ്ഞില്ലേ? എടുത്തോ. ആ വേസ്റ്റ് കവർ എടുത്തോ. സെറ്റ് ആയിട്ടാ മതി. ഇല്ല ബാങ്ക് റാന്തല് കത്തിയില്ലല്ലോ. കട്ടായതാണ് ഗൈസ്. എന്നാ വായ പോവാ. വണ്ടി ലോക്ക് ചെയ്തോ. ഇതൊന്ന് സെറ്റ് ചെയ്യും വേണം. ആകെ വള്ളി കേസായിരിക്കും. കത്തി തട്ടി കൊടുത്താലോ? എല്ലാരും ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇരിക്കല് വരെ കഴിഞ്ഞിക്കണം അവിടെ. ഞങ്ങള് സെറ്റ് വേണ്ടി വരുന്ന. എടാ ഇതിന്റെ ഒരു പാലുണ്ടടാ. എന്താ ശശീർ എന്താ നാണം കൊടുങ്ങണ്? മലയാളത്തിൽ ഞാൻ പറഞ്ഞതാണ് അവിടെ വണ്ടി നിർത്തിയാ മതി. എടാ ഇവിടെ ഇനിയിപ്പോ എന്താ കുഴപ്പം? ഇവിടെ പാലഞ്ഞി. എടാ പാല് നമുക്ക് MLA കൊടുന്നേരും. എടാ ഇവര് തമ്മിൽ അടി ഉണ്ടാക്കിട്ട് ഇവരൊക്കെ തീരെ പറ്റണില്ല. ഇതല്ലേ നല്ല അടിപൊളി വിക്കെടുക്ക. വേ നടക്കട ബാങ്ക് കൊടുക്കും. ഫിനാസ് എന്താ റേഷൻ കടയിൽ നിന്ന് നടക്ക്. എടാ എനിക്ക് നോമ്പുണ്ടോ? ചേട്ടാ എനിക്ക് നോമ്പുണ്ടോ? വേഗം കത്തിച്ചു വിടറാ. എന്നാ വേഗം നടക്ക്. വേഗം നടക്ക്. ഇത് കൂടെ പോവാ. ഇത് കൂടെ പോവാ. പോയിട്ടില്ല. ലേറ്റ് പോവാത്തോടത്തോളം നമ്മൾ നോമ്പറക്കും. ഒന്ന് തടിയാനങ്ങടറാ. ഒന്ന് അടക്കടാ. സിനാസ് ആരിജോസ് വരെയാണ്. ലൈറ്റ് ഒക്കെ ഇട്ടല്ലേ? ഞങ്ങൾ ലേറ്റ് ഞങ്ങൾ റാന്തല് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കി കണ്ടോ? ഞങ്ങള് സംഭവം ഞങ്ങളാകെ 4 ആൾക്കാരുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണ്ടായതാണ്. അപ്പൊ പിന്നെ ഒക്കെ മാക്സിമം വർക്ക് കുറക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നെക്സ്റ്റ് മറ്റേ കട്ട് ഫ്രൂട്ട്സിന്റെ ബോക്സ് തന്നെ എടുത്ത് ഇവിടെയാണ് നമ്മള് സെറ്റ് ചെയ്യാൻ പോണത്. ഇവിടെ തന്നെ സെറ്റ് ചെയ്യണേ. നല്ല കാറ്റുണ്ടല്ലേ? പ്ലേറ്റ് അതിലുണ്ട്. എന്നാ എടുക്ക്. തണ്ണിമത്തം പിന്നെ എടുക്ക. സാധനങ്ങൾ തെറ്റി. എന്നാ മുബാർക്ക് വരുന്ന വെച്ചാ ബാങ്ക് ഇപ്പൊ കൊടുക്കും. എന്റെ ഫോൺ കാട്ടിക്ക. അത് കൊടുത്തില്ലേ? സമയം 6:37. ലാസ്റ്റ് ടൈമിലാണ്. അല്ലടാ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലേറ്റ് കൊടുത്താ മതിയായിരുന്നു. കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവാലോ. ലേറ്റ് ഒക്കെ ഫോട്ടോ എടുത്ത് എടാ ഞാൻ പ്ലേറ്റ് കൊടുത്തു. ഈ വെള്ള കവറിൽ പ്ലേറ്റ് ഉണ്ട്. കട്ടിയിട്ട് ആകെ വെപ്പറാളായല്ലോ.
നേരത്തെ നമ്മളെ അവര് കത്തിച്ചിട്ടല്ലേ ഇതൊക്കെ ഇവിടെ നേരത്തെ ഓരോ മരത്തുമൊക്കെ കെട്ടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ എടാ മുബാർക്കെ അനക്കിനോട് ലവ് ഉണ്ടെങ്കിൽ റാന്തലെന്ന് വഞ്ചു. എടാ അത് കൊടുത്താ ചാവി കൊടുത്താ വണ്ടി ലോക്കി കിട്ടോ. റാന്തലും എണ്ണിങ് ഉണ്ട്. വണ്ടി തുറക്കാനൊന്നും അറിയില്ല. ഇതാര് പറഞ്ഞു? എടാ നിക്ക് അത് വന്നിട്ട് തീർക്ക വേ ഓട് ഓടിനൊക്കെ ടിങ് ടോങ് ടിങ് ടോങ്. ശരിക്കും പോയ വണ്ടി തിരിച്ചു വരും. അതില് മനഞ്ഞോ നേരെ പെരെ പോവാന്നാവോ. വണ്ടി ഓടിക്കാൻ വെച്ചില്ല. വണ്ടി ഓടിക്കാൻ വെച്ചില്ല. അതൊന്നും എവിടെയും പോകൂല. ഈ ഗ്ലാസ് ഒക്കെ എടുക്ക എപ്പത്തിനാക്കണ്. സമയായില്ലല്ലോ പിന്നെ. അത് ബാങ്ക് ബാങ്ക് കൊടുത്തു. മുബാറക്ക് ഇപ്പോഴും വണ്ടിന്ന് റാന്നിലെടുക്കാൻ പോയിക്കാണ്. ബാങ്ക് കൊടുത്തു. ഈത്തമാടുക്ക് എത്ര വെയ്യേ അവസ്ഥകൾ നോമ്പറക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുബാറക്ക് പോയി. ഒരു വീഡിയോ എടുക്കട്ടാ. ഒരവസ്ഥകളെ ഇനി പതുക്കെ മുറിച്ചു ഇനിയിപ്പോ എങ്ങനെ മുറിച്ചത് തിന്നാ അതാ പ്ലേറ്റാ പോണു. കഴിക്കതാ എടുക്കണ കുട്ടിയല്ലാരും ബീച്ചിന്ന് കഴിക്കണേന്റെ വൈബ് അറിയാൻ വന്നതാ. നല്ല വൈബായി. പൊളിയാണ് വൈബ്. കട്ടേക്കുന്നത് സംഭവം കുറച്ച് നേരത്തെ വന്നതിനൊക്കെ നടക്കും. ഞങ്ങൾ ഒന്നാമത് ലാഗായത് വർക്കാരുണ്ട്. വണ്ടി ലോക്ക് ചെയ്തില്ലേ? എടാ എടുത്തു കൊടുക്ക്. അതാ ഇതാടാ പുല്ലിൻ്റെതാ. ഇതിപ്പോ ഇന്ന് നോമ്പറക്ക്. അപ്പൊ അങ്ങനെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ലാസ്റ്റ് ഇനിയിപ്പോ കഴിക്കാല് ആകെ ഒരു തണ്ണിമത്തനാ. ആവുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് നേരെ കർമ്മേ പോണം. എന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കണം. അവിടെ പിന്നെ ഷിനാസ് പറഞ്ഞ നല്ല കുട്ടികളൊക്കെ ഉണ്ടാവും. ഇവർക്ക് ചെന്ന് ഇറച്ചി വിട്ട് ജ്യൂസ് ഉണ്ടേ. ഈ ജ്യൂസിന്റെ ശുദ്ധീകരണ ഷോട്ട് എടുത്താ ശരിക്കും നമ്മളിപ്പോ ഈ ചെയ്യണ ഇതിന് റീലുണ്ടല്ലോ മറ്റേ ചേക്ക് പാടൂലേ ആ പാട്ടില്ലേ അതാ കറക്റ്റ് മാച്ച്. ഞാൻ പരിപാടി തുടങ്ങിയാലോ? എന്ത് നല്ല തീരുമാനമാണ്. കിട്ടും നോക്കിയത് എന്തിനാ വെറുതെ കച്ചിക്കണം ഇപ്പൊ തന്നെ. എന്നാ നോക്കി കുട്ടിയെ ഒരു കാര്യം പറഞ്ഞ എങ്ങനെ സുഖി ഉണ്ടാക്കല്. നോമ്പറക്കല് കഴിഞ്ഞില്ലേ? നോമ്പ് ഉണ്ടെങ്കിൽ അറക്കണ് ഇവിടെ നോമ്പർ മറിഞ്ഞതാണ്. ഞാൻ കഴിക്കേണ്ടവരോടെ കൊണ്ടുപോയിട്ട് പെരയില് റെന്റ് കൂടെ എല്ലാ ഒരു ദിവസം ലേറ്റ് ആയി. എത്ര റെന്റ്? എത്ര? 50. നിന്റെ ഫോൺ അടിക്കണ എടുത്താ വെച്ചിരിക്കണ്. അപ്പൊ പൈസ അങ്ങനെ ഞങ്ങളുടെ ഒരു നോമ്പറപ്പിക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങള് ഫുഡ് കാര്യങ്ങളൊന്നും അങ്ങോട്ട് കൊടുന്നില്ലല്ലോ. ഈ ഒരു ഫ്രൂട്ട്സ് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിച്ചിട്ട് പിന്നെ ഞങ്ങള് മന്തി അല്ലെങ്കിൽ അൽഫാമൊക്കെ വെച്ചിട്ട് അടിക്കാനിന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പൊ ഇനി ഇവിടുന്ന് കർമ്മ റോഡ് പോയിട്ട് അവിടെ ഒരുപാട് ഫുഡിന്റെ ഷോപ്പുകളുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് ഇനി ഫുഡ് കഴിക്കാനാണ്. അപ്പൊ ഞങ്ങള് കൊടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെ തട്ടോ വേസ്റ്റ് ഒക്കെ ഞങ്ങൾ അതിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഭാഗത്തൊക്കെ തന്നെ നോക്കിയാൽ ഒരുപാട് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഒരുപാട് കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ കണ്ടോ ഒക്കെ ഈ പ്ലേറ്റുകൾ കിടക്കണം. ഓരോരുത്തർ ഇതേമാതിരി ഇവിടെ വന്നിട്ട് ഫുൾ അലമ്പാക്കിട്ട് പോകും. അപ്പൊ അതിനൊക്കെ ആരെങ്കിലും ഇതേമാതിരി ബീച്ചിന്റെ സൈഡിൽ വെക്കണവരുണ്ടെങ്കിൽ ഈ ഒരു കൊടുന്ന സാധനം കൊണ്ടുപോകാനും ശ്രദ്ധിക്കട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ആൾക്കാർ പിന്നെ ഇങ്ങനത്തെ പരിപാടിനെ നിർത്തും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഞങ്ങൾ ലഗേജ് മൊത്തം വണ്ടി കയറ്റിട്ടോ. അടക്ക് നീ നേരെ കർമ്മയ്ക്ക് എടുത്ത വണ്ടി നീ നേരെ കർമ്മയ്ക്ക് ഇച്ചിരി കണ്ടൊക്കെ പേടിയാ. അല്ല എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. 2 മണി നടക്കണ്ടേ? വേണ്ട എടാ കാലൊക്കെ ഒന്ന് കൊട്ടിട്ട് കയറി കഴിഞ്ഞാൽ റാഹത്തായിരുന്നു.
അങ്ങനെ ഞങ്ങളൊരു മണ്ണലാംകുന്ന് അല്ല എവിടെ മണ്ണലാംകുന്ന് ബീച്ചിന്റെ അവിടുന്ന് തിരിച്ചിട്ടോ. ഇനി പെരിയമ്പലം പോവാ. അവിടുന്ന് ഫുഡ് ഒന്നെങ്കിൽ പോണ വഴി ഹോട്ടലിൽ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മന്തി പാർസൽ മേടിച്ചിട്ട് അവിടെ നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് അവിടെ നല്ലൊരു ഫുഡിന്റെ സ്പോട്ട് നോക്കിയിട്ട് നേരെ നമ്മളാ ഒരു മാറ്റ് വീണ്ടും ബീച്ചിൽ ഇറക്കുക. പിന്നെ കൊടുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതല്ലേ പോകാൻ വേണ്ടി. ഇപ്പൊ ഞങ്ങൾ ലൈറ്റില് കത്തിക്കാൻ വേണ്ടിയിട്ട് എണ്ണ കാര്യങ്ങളൊക്കെ പമ്പുന്ന് മേടിച്ചിട്ടോ. പക്ഷെ കത്തിക്കാല്ല ലൈറ്റർ മാത്രം മേടിച്ചില്ല. പൊട്ടനല്ലേ, നമ്മളെ കൂട്ടത്തില് വലിക്കണ ആരുമില്ല, അതാ പ്രശ്നം. അപ്പോ പോണ വഴിയിലൊരു പള്ളി കണ്ടിട്ടോ. മരി ബിസ്കരിച്ചിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 100 അല്ല 101% ഉറപ്പാണ് ഇമ്മാന്റെ കമന്റ് ഉണ്ടാവും, നോമ്പറക്കാൻ പോയി നിസ്കരിക്കാൻ പോയില്ല. അവൻ അത് തീർത്തു കൊടുക്കാണ്. അപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. അപ്പൊ ഗൈസ് അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ടോ. അപ്പൊ ഇനി നേരെ ഒറ്റ പിടിക്കല്. ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട് കർമ്മയ്ക്ക്. അപ്പൊ നേരെ സ്ട്രെയിറ്റ് റോഡാണ്, നല്ല റോഡാണ്. അപ്പൊ നേരെ ഒറ്റ പിടിക്കല് കർമ്മയ്ക്ക്. അപ്പൊ ഷിനാസ് 2 ദിവസം മുമ്പേറ്റ ഇവിടെ വന്നിക്കണത്രേ നോമ്പറക്കാൻ. ഓന്റെ ക്ലാസ് ചേക്കന്മാരൊക്കെ പാടി കൂടിയിട്ട്. അപ്പോ ഓൻ പറഞ്ഞ നല്ല സ്പോട്ടാണെന്ന്. ഓന്റെ ഒറ്റ വാക്കിലപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോണത്. ഇനിയിപ്പോ അവിടെ വെച്ചിട്ട് ഇതേമാതിരി എന്തെങ്കിലും നടന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷിനാസിനെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ 3 ആൾ പോരും. അതിന് ഷിനാസ് വാക്ക് തന്നെ. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഫൈനലി നമുക്ക് ടോപ്പ് ചിക്കൻ തന്നെ കിട്ടിട്ടോ. അപ്പോൾ ഇവിടെ വേണ്ട മന്തി എന്തോ പോയോ ഇവിടെ ആള് കമ്മിയാണ്. ഇവനാ യൂട്യൂബർ ഷിനാസ്. എൻ്റെ പേരെന്താ? എൻ്റെ പേരെന്താ? ഫാസില്. എൻ്റെ ഷാഹിദ്. ഓനെന്താ? തബ്ഷീർ. ഇങ്ങോട്ട് ഭയങ്കര സ്വകാര്യം പറഞ്ഞത്. ഇവിടുത്തെ അടിപൊളി. ഷിനാസിന് മന്തി കിട്ടിയതിൻ്റെ പൊലിവ് ഇപ്പം കാണട്ടെ നിങ്ങൾക്ക്. ന്യൂസ് പേപ്പറിൻ്റെ പൊലിവുണ്ട്. അത് ഓനെ മാറ്റ് കൂടെ നിൽക്കണേ. അപ്പം അതിന്മേൽ ചളിയാവും പറഞ്ഞിട്ടേ തിരുമ്പണ്ട മടിക്ക് ഓൻ അവിടെ നിന്ന് ന്യൂസ് പേപ്പർ കൂടി മേടിച്ചിട്ട് അതിൻ്റെ അടിയിലിരിക്കാൻ. ഷിനാസിൻ്റെ പൊലിവ് ഇപ്പം കാണട്ടോ. മന്തി കൊണ്ട് വരണേ. അത് ആ നടത്തുന്നൊക്കെ പൃഥ്വിരാജ് എമ്പുരാനെ. അപ്പോൾ ഗൈസ് ഫൈനലി ഞങ്ങളൊരു കർമ്മയുടെ അവിടെ എത്തി കേട്ടോ. ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ചു. കണ്ടിട്ടുണ്ടാവും ടോപ്പ് ചിക്കന്. ഇനി കർമ്മയിൽ ഈ ടൈമിൽ നല്ല കുട്ടികളുണ്ടാവും. എന്ത് വർത്താനാണ് പറയണേ? ഇജല്ല എന്നോട് പറഞ്ഞു ഇവിടെ കുട്ടികളുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് അത് കാണാം. വിളിച്ചോ? ഓ എന്താ വെള്ളം അടിച്ചടക്ക? നോമ്പിന് തിന്ന് വന്ന് ദമ്മായി കിടക്കാണ്. തോന്നുന്നു ചെക്കന്മാരൊക്കെ ഇവിടെ ആൾക്കാരുടെ ഈ കടയിൽ നിർത്തി. ആ കടയിലുണ്ടാവും. ഇനിയിപ്പോ ആ കടയിലുണ്ട്. അത് സാധാ കട. ഒരാൾ 20 അവിടെ ചെറിയൊരു കട ഉണ്ട്. എവിടെ? ഡോറ് തുറക്കുമ്പോ നോക്കട്ടെ വണ്ടി. പോയിട്ട് മേടിച്ചിട്ട് പോയോ? ഞങ്ങളിവിടെ കർമ്മയുടെ ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഷെജീർ ഏതൊരു ഉള്ളിൽ കൂടെ പോയിട്ട് അവർ സ്ഥലം കണ്ടുവെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ പോയി കൊണ്ടിരിക്കുക. സാധനങ്ങളൊക്കെ വീണ്ടും പുറത്തേക്ക് തന്നെ എടുക്കാം. മാറ്റ് എടുക്കണ്ടോ? ഫുഡ് എടുത്തില്ലേ? വേസ്റ്റ് കവർ എടുത്തോ? പിന്നെ മറ്റേ ഇതില്ലേ വെള്ളം കുപ്പി എടുത്തോ? വെള്ളം കുപ്പി അല്ല മറ്റേ വെളിച്ചോ അടുത്തില്ലേ? ലൈറ്ററോ സെറ്റായില്ലേ? വേസ്റ്റ് കവർ എടുക്ക്. കുടിച്ചോ? ചിലക്കാണ്ട് നടക്ക്. പൊട്ടിപ്പടയോ? എവിടെ ഇരിക്കണ? ഇവിടെ ഇവിടെ ഇരിക്ക. എടാ അവിടെ കുറച്ച് പേര് ഇരിക്കണത് ഇത് തന്നെയാണോ? ഫുഡ് കഴിക്കണ തന്നെയാണോ? അപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല. എന്നാ ഇവിടെ അടിച്ചോ? ഞാൻ
എന്നാ കത്തിക്ക്. നിനക്ക് ആദ്യം റാന്തില് കത്തിക്കാൻ പറ്റുമോ നോക്കാം. കത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വിരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ലൈറ്റ് അത്യാവശ്യം ഉണ്ടോ? നിനക്ക് ആദ്യം റാന്തില് കത്തുക നോക്ക്. അതിൽ കത്തായിരുന്നില്ല. ആദ്യം ഒറ്റ ഒന്നുമ്പോ നോക്ക്. കത്തുണ്ടോക്കാന് ഇതിന് മണ്ണെണ്ണൊക്കെ എവിടെ ഷെജീറിനെ അറിയുള്ളൂ. അത് ഈ പെട്രോള് കുറച്ചും ഡീസൽ കൂടുതലും അല്ലേ? ഇതിന്റെ എവിടെ പറഞ്ഞു കൊടുക്കുന്നു. ഡീസലും പെട്രോളും അതിന്റെ എവിടെ ഒന്ന് പോകുന്നു. ഇവിടെ ഒന്നല്ലെങ്കിൽ രാന്തലാന്തും അതിന്റെ ഉള്ളിൽ ഇനി കുപ്പി കൊണ്ട് കേറുവോ? കുറച്ച് ഒഴിച്ചിട്ട് അല്ലാന്ന് നമ്മള് ഫുഡ് കഴിക്കണോടത്തേക്ക് മണം വരും. മാറി കഴിക്കാം. ലാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും ചെയ്തല്ലോ. അല്ലെങ്കിൽ ഡീസൽ ഏതാ? ഡീസല് അത് പെട്രോള് എല്ലാം എന്താണ് എന്തെത്തും അറിയില്ല. നന്നാരി പറയാത്ത നന്നായി കുടിച്ചിരുന്ന് അറിഞ്ഞില്ലേ? പെട്രോള് കുറച്ചാട്ടോ. ഒഴിച്ചോ? ഇതെന്താ നാമക്കല്ലേ? ഞാൻ കാണല്ലോ. എല്ലാ ചാൻസ് ഇവിടെ ഉണ്ട്. അത് കുറച്ച് അത്യാവശ്യം. കൈമക്കാവുണ്ടോ? കൈ കൊടുക്കനെ പോകും. ഒരാളാക്കിയാ മതി കൈമ. ഒരാൾ കത്തി എത്തിച്ചിട്ടാണോ? അല്ലേ മണക്കല്ലെങ്കിൽ ആകെ എന്താണ് കഴിഞ്ഞില്ലേ? നോക്കട്ടെ. ഒരു പേപ്പർ എടുക്കേ സാധനം കത്തുവെന്നുള്ളൊരു നിഗമനത്തിൽ എത്തട്ടെ. എന്നിട്ട് ഒരു ബാക്കി കൈമൊക്കെ മണക്കല്ലേ? നേരത്തെ ഇന്ത്യ വണ്ടി ഉണ്ടായിരുന്നു. അതിന്റെ മേത്ത് തുടക്കല്ലേ? ഫുള്ള് കുറച്ചിട്ട് ടീച്ചറെ ഇങ്ങനെ സാധനം വെക്ക്. സിനാസേ മറ്റേ സാധനം ഇവിടെ അതിന്റെ മൂടി അവിടെ ഉണ്ട്. എന്താ പഠിച്ചോന്നറിയാം. കത്തിക്കട്ടാ. ബിസ്മില്ലാഹിൻ തുടങ്ങിക്കോ. ഷിനാസ് കത്തിക്കണ്ടൊക്കെ പേടിയാ. ഹൈ ഇൻഫ്ലുവൻസിങ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ശരി എന്നാ ഇതെന്താ ഇൻഫ്ലുവൻസിങ് മെത്തേഡ് എന്നൊക്കെ പറയുന്നത്? ഇൻഫ്ലേമബിൾ മെത്തേഡ്. നല്ല തിരി മേലെ കൊന്തിക്കണോ? ഹൈ ഇൻഫ്ലേമബിൾ മെത്തേഡാട്ടാ. കത്തിയോ? സാധനം വെക്ക്. ഇനി അങ്ങോട്ട് ആ കടലാസ് കത്തിക്കണേ. സെറ്റായോ? നമുക്ക് ഇതൊന്നും വേണ്ട ജി സെറ്റ്. കൈ പൊള്ളി കൈ പൊള്ളി. അല്ല അത് മതിറാ. ഞാൻ അയിമ കൊരങ്ങാൻ പുണ്ണോക്കണ പോലെ ഒന്ന് കാട്ടാൻ നിൽക്കല്ലേ? ഞാൻ അടുത്ത് എടുക്കും. നല്ല ചൂടിട്ടോ അവിടെ. ചേച്ചീരെ അങ്ങോട്ട് കരയാൻ പോവാ. കൈ വെള്ളത്തിൽ മുക്കാൻ പോയിക്കാണ്. എന്ത് വെള്ളാന്നാവട്ടോ? ചാലി പിടിച്ച വെള്ളക്കാരം. ഞങ്ങളെ ഇരിക്കാല സെറ്റപ്പ് ഇവിടെ ഷിനാസു ഷജീർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഇതിന് മേലെ കൊടുന്ന് വെച്ചടാ. ഞങ്ങളെ ലൈറ്റിന്റെ അവസ്ഥ ഒക്കെ ചെറിയ മൂന്ന്. ഇത് ആർക്ക് കത്തിച്ചിക്കാണ്? ആർക്ക് കത്തിച്ചിക്കാം? വെളിച്ചില്ല. ജസ്റ്റ് പോയി ഗൈസ്. ഇവിടെ ഒരു അടി ഉണ്ടായിട്ട് രണ്ടാമത്തെ വീഡിയോ ഇട്ടത്. ചെസ്റ്റിന് വേണ്ടി ഒരു അടിയൊക്കെ ഉണ്ടായി ഇവിടെ. ഷിനാസു ഷജീറും റേസ് ഇടറാ. കുട്ടിത്തില് മറിച്ചിരുന്നപ്പോ ആടതിനോട് പറഞ്ഞ മനസ്സിലാൻ വേണ്ടി ചെയ്യും. എടാ മയോണീസ് ഒക്കെ ഒന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ. കഴിക്കണ്ട. റേസ് ഇട്ട ഷജീറെ ഇത് കേട്. ടെസ്റ്റ് പീസ് കിട്ടിയില്ല. എന്താ റൈസ് ആർക്ക് കുറച്ചും കൂടി വെറുതെ പിടിക്കല. എനിക്ക് തേര ഷിനാസേ. ഇതൊന്നും ഇങ്ങനെ കൊടയണ്ടേ? ഫുഡ് കഴിക്കണ പരിപാടിയൊക്കെ ഫുൾ ഫിനിഷ് ആയിട്ടോ. വേസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കവർ കയറ്റിട്ടുണ്ട്. എടാ അവിടെ കുറച്ച് കടലാസ് കിടക്കണം. ബാർക്കേ എടാ ഇവിടെ തര കുറച്ച് സാധനങ്ങള് ഇതാ. ഒരു ഓസിലിട്ട് അടിച്ചോളുണ്ട്. പിന്നെ
ഫുഡ് കഴിക്കുമ്പോ ഒരു അതിഥി വന്നേ എന്തോ ഇത് കണ്ണ് കത്ത് നോക്ക് ഉണ്ടോ കണ്ണ് കത്ത്. അപ്പൊ ഞങ്ങള് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ. അപ്പൊ ഞങ്ങള് വന്നതില് മുതലായിക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു മന്തിയാ. അതെ, മന്തി അടിപൊളി മന്തിയായിരുന്നു. ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവരെ ഇവിടെ ഏതൊരു ചായ് വാല എന്തോ ഒരു ഷോപ്പ്. കർമ്മനെ പറ്റി 2 വാക്ക്. കർമ്മ എന്താ കർമ്മ പോലെ ഉണ്ട്. ഇനി ഇവിടെ വരെ ചായ് വാല എന്താ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോയി വെറുതെ ചാടിക്കാൻ പോവാ. നല്ല ആൾക്കാർ ഒക്കെ നോമ്പ് പറഞ്ഞിട്ട് വന്നിട്ട് എല്ലാ ഹൈപ്പൊന്നും കൊടുക്കണ്ട, വെറുതെ ചാടിക്കാൻ പോവാ. നല്ല കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. കൊറേ നേരമായി പറഞ്ഞു തുടങ്ങിട്ട് കണ്ടു കിടന്നിട്ട് ഒന്നിനെങ്കിലും ആരാ സീറ്റ് ബെൽറ്റ് ഇടാത്തത്? ഞാനാ ഗുൽക്കണ്ട്. ഏത് ഗുൽക്കണ്ട് എന്തുണ്ടായാലും ഈ സാധനം ഇതാണോ ഇതാണോ എവിടെയാടാ കഴിഞ്ഞു ഈ സാധനമാണോ? അത് ജിമ്മിനോടൊന്നും പറ്റൂല. അതെന്താണ്? അപ്പൊ ഗൈസ് ഫൈനലി അങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിന് കേട്ടോ. നാട്ടിലേക്കല്ല, ഷിനാസിന്റെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വെള്ളിയാങ്കല്ല്. അപ്പൊ ഇനി ഷിനാസ് ഇവിടുന്ന് പോവാണ്. അപ്പൊ ഞങ്ങള് പൊന്നാനിന്ന് പെട്ടെന്ന് പോകുന്നു കേട്ടോ. ഞങ്ങളവിടെ അധികം നേരം നിൽക്കൊന്നും ചെയ്തില്ല, പെട്ടെന്ന് പോന്നു. ഷിനാസിന്റെ അമ്മ ചീത്തറിയും പറഞ്ഞിട്ട് ഓന്റെ അമ്മ ചീത്തറിയും പറഞ്ഞിട്ട് ഞങ്ങളെ പോന്നു. അപ്പൊ ഷിനാസിനെ നാട്ടിലെത്തിയിരുന്നു. ചെക്കൻ പോവാണ്. ഇനി അടുത്ത് മുബാർക്കിനാക്കണം, പിന്നെ ഷെജീറിനാക്കണം. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ അല്ലെ നമുക്ക് വണ്ടിയിൽ വൈൻഡ് അപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഔട്ട്ഡോർ ഇഫ്താറിന്റെ അവസ്ഥകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മളെ അവസാനത്തേക്ക് എത്തി. ഷിനാസിനെ അവിടെ ഇറക്കി വിട്ടു. ഓന്റെ അമ്മ ചൂടാവുകയാണ്, ഉമ്മ സീനാക്കാണ് പറഞ്ഞിട്ട് വേഗം പോന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി കറങ്ങായിരുന്നു. അവിടെ പിന്നെ കർമ്മ റോഡില് ഒന്നാമത് മന്തി നല്ല ഫുഡ് ഞങ്ങൾ നല്ല കയറ്റി. പിന്നെ അവിടെ അങ്ങനെ ഈ ഉപ്പിലിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അങ്ങനെ കഴിക്കാൻ നിന്നില്ല. പിന്നെ അവിടെ വന്നിട്ട് ഷെഫീഖിന്റെ കടയിൽ നിന്ന് ഒരു നറുനീണ്ടിയും കൂടിയാണ് കയറ്റി ഷിനാസിനെ പെരേക്കാണ് വിട്ടു. ഇനിയിപ്പോ ഷെജീർ ഇറങ്ങും, രഗ്നാമ്പടി എത്താനായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അതൊരു 1.5 ഔട്ട്ഡോർ ഇവിടെ നിങ്ങളുടെ റേറ്റിംഗ് അല്ലേ? ഇവിടെ ഇറങ്ങി ഇതൊക്കെ കയറ്റിടാം. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഫുള്ള് പ്രതീക്ഷിച്ച മാതിരി ഒന്നും ആയില്ല. എന്താ ഷെജീർ പോയി. ഇനി മുബാറക്കിനും കൂടി ഇറക്കിയിട്ട് വീട്ടിൽ പോകണം. ഇപ്പൊ സമയം 11:45 കഴിഞ്ഞിട്ട്. അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ. അപ്പൊ ശരി.